ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഡിസംബർ 29 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2024 ഡിസംബറിൽ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? 2024 ഡിസംബറിൽ SBIയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് രാമമോഹൻ റാവു അമരയാണ്. രാമമോഹൻ റാവു അമരയാണ് നമ്മുടെ നിലവിലെ SBIയുടെ മാനേജിംഗ് ഡയറക്ടർ. അടുത്ത ചോദ്യം, പ്രഥമ ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് കിരീട ജേതാക്കൾ ആരാണ്? റയൽ മാഡ്രിഡാണ്. പ്രഥമ ഫിഫ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് കിരീട ജേതാക്കൾ റയൽ മാഡ്രിഡ്. അടുത്ത ചോദ്യം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോളിസി അഡ്വൈസറായിട്ട് നിയമിക്കപ്പെട്ടത് ശ്രീറാം കൃഷ്ണനാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോളിസി അഡ്വൈസറായിട്ട് നിയമിക്കപ്പെട്ടത് ശ്രീറാം കൃഷ്ണനാണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത് KK ഷാജു ആണ്. KK ഷാജു. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ ആരായിരുന്നു? 2024 ഡിസംബറിൽ അന്തരിച്ച സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ ഒസാമു സുസുക്കിയാണ്. ഒസാമു സുസുക്കി. അടുത്ത ചോദ്യം, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് കുന്നന്താനമാണ്. പത്തനംതിട്ടയിലെ കുന്നന്താനമാണ് രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 2024 ഡിസംബറിൽ ബീഹാറിൻ്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് 2024 ഡിസംബറിൽ ബീഹാറിൻ്റെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം, അമേരിക്കയുടെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്ത പക്ഷി ഏതാണ്? ബാൾഡീഗിളാണ്. ബാൾഡീഗിൾ. ബാൾഡീഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബാൾഡീഗിൾ എന്ന് പറഞ്ഞാൽ കടൽ പരുന്ത് എന്നുള്ളതാണ്. കടൽ പരുന്ത്. അടുത്ത ചോദ്യം, കേരള കലാകേന്ദ്രത്തിൻ്റെ മാധവിക്കുട്ടി കമലാ സുരയ്യ ചെറുകഥാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? വാവ ഭാഗ്യലക്ഷ്മി. കേരള കലാകേന്ദ്രത്തിൻ്റെ മാധവിക്കുട്ടി കമലാ സുരയ്യ ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് വാവ ഭാഗ്യലക്ഷ്മിക്കാണ്. ഓക്കെ, താങ്ക് യു.